തന്നതാണെങ്കിൽ നടക്കട്ടെ. അകത്ത് പള്ളികൊള്ളുന്ന തമ്പുരാനെ ഹിതവും പ്രിയവും നിശ്ചയിക്കാൻ ഞാനാണ്. നിങ്ങളാണ്. മൂഢന്മാർക്കറിയുമോ? കനല് രക്തമായി ദൂരശേഖരങ്ങളുടെ മുകളിലാണത്രേ കിടപ്പ്. കൈകളിലോ പെരുമാറാൻ ചെമ്പു തുട്ടുപോലുമില്ല. അനുഗ്രഹവും ശാപവും ആ വിരൽ തുമ്പിലുണ്ട്. പക്ഷേ അലസതയാണ് പാവം. പാർക്കാരും കേൾക്കാരും ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത. എവിടുന്ന? അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ല. ഈ ചുറ്റുവട്ടത്തൊന്നും കണ്ടിട്ടില്ല. കണ്ടിരിക്കില്ല. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താ ഭാണ്ഡത്തിൽ? വിശേഷിച്ചൊന്നുമില്ല. വഴി നടക്കുമ്പോ കയ്യിലൊരു ഭാണ്ഡം ഇരിക്കട്ടെ എന്ന് വെച്ചു. കനമുണ്ടോ? വേണമെങ്കിൽ ഇറക്കി വെക്കാം. ഓടാൻ തുടങ്ങിയപ്പോൾ ശരിക്കും ആളുകൾ ഓടിക്കുമ്പോൾ കയ്യിൽ എന്തുണ്ടായാലും ഭാരം തന്നെ. തിരുമറയിൽ മുമ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഈ പരിസരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചുറ്റുവട്ടങ്ങളെ പറ്റി പറയാതെ അറിയും. ഞാൻ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിരിക്കുക. അതിന്റെ ആവശ്യം വന്നിരിക്കില്ല. നല്ലത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയും മറന്നേക്കും. കളിക്കുന്നു. സ്ഥലമേതെന്നറിയാമോ? ഈ വാതിലേതെന്നറിയാമോ? ശരിക്കുന്നു. ഭ്രാന്തത്തിന് മാറ്റാൻ ഈ ചാട്ട മതി. സങ്കടക്കാരനാണ്. മനസ്സിലായില്ല. സങ്കടം കൊണ്ട് വന്നതാണെന്ന്. സങ്കടം, ദുഃഖം, വ്യഥ. ഇവിടെ വന്നിട്ടും പരിഹാരം കാണാനാവാത്ത ദുഃഖമുള്ളത് എന്ത് ചെയ്യും? ദുഃഖങ്ങളുടെ പട്ടിക എന്റെ കയ്യിലാണ്. അതിലങ്ങനെയൊന്നുമില്ല. സങ്കടക്കാർ വരേണ്ടത് ഇവിടെയാണ്. ഞാൻ ഉറങ്ങുമ്പോൾ മാത്രം അകത്തറിയാൻ മണികടിക്കാം. ഞാൻ ഉറങ്ങുമ്പോൾ മാത്രം. പക്ഷേ ഞാൻ ഉറങ്ങാറില്ല. ഞാനിപ്പോൾ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോ ഐക്യപാദ്യങ്ങളും മുന്നിൽ
ഭഗിനി അകത്താണ്. ഞാൻ ഇവിടുത്തെ ദാസൻ മാത്രം. സങ്കട പട്ടികയിൽ എഴുതണമെന്നില്ല. അകത്ത് ഇരുന്നാലും തമ്പുരാൻ കാണും, കേൾക്കും. നിങ്ങൾക്ക് എന്ത് വേണം? വിശപ്പ് കൊണ്ട് ഇവിടെ ആരും വരാറില്ല. വിശപ്പ് ഇവിടുത്തെ ഗ്രന്ഥത്തിലും പട്ടികയിലും പെടില്ല. അവരെത്തേണ്ട ഇടം വേറെയാണ്. അതിന് തമ്പുരാന്റെ ചേരിക്കല്ലുകളുണ്ട്, സത്രങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ഉണ്ട്, എവിടെയോ ഉണ്ട്. എനിക്ക് ഈ ഗോപുരത്തിന്റെ കാവൽ മാത്രമേ സൂക്ഷിക്കുള്ളൂ. ഒരു സത്രവും ഞാൻ കണ്ടില്ല. തുറന്നിട്ടൊരു കഥകളെ പറ്റിയും ഒരാള് പറഞ്ഞില്ല. പട്ടിണി കിടക്കേണ്ടി വരില്ലല്ലോ നിന്റെ ഈ പ്രായത്തില്. എനിക്ക് വിശക്കുന്നു. ഇവർക്ക് ശരിക്കും വിശക്കുന്നുണ്ട്. ആ ഭാഷ കേട്ട എനിക്കറിയാം. ഇവിടെ ഏതോ വലിയ വീട്ടിലെ കുട്ടി തന്നതാ. ഒരു കഷ്ണം അപ്പം ഞാൻ തൊടാതെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇരുത്തുന്ന നേരം വെളുത്താനത്തെ കാര്യം മനുഷ്യനറിയില്ലല്ലോ. അതുകൊണ്ട് എന്നും ഞാനൊരു വിഹിതം ബാക്കി വെക്കും. ഇരുത്തുന്ന അപ്പുറത്തും ഇപ്പുറത്തും കൈത്താങ്ങളുണ്ട്. വീട്ടുപോളം വിശ്രമിക്കാം. ആരും ഇവിടെ അവസരം ഉണ്ടാക്കരുത്. അയ്യോ, മോന്റെ കാര്യം ഞാൻ മറന്നുപോയി. മോൻ വല്ലതും കഴിച്ചാ? എനിക്ക് വിശച്ചില്ല. എന്തിനു പരീക്ഷിക്കുന്നു? ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. പതുക്കെ മതി. ഒന്ന് പൊട്ടിച്ച് നടക്കി പൊളിച്ചേക്ക്. എല്ലാവരും ഈ തിരുനാളിലേക്ക് എല്ലാവരും ഈ എന്നെ മനസ്സിലായി. മനസ്സിലായില്ല. എന്താവും സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഞാൻ